ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ് കെമിസ്ട്രിയിലെ ഒന്നാമത്തെ ചാപ്റ്ററായ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന ഈ പാഠത്തിൽ നമ്മൾ മുൻപുള്ള വീഡിയോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇതൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്രൂപ്പ് എങ്ങനെ കണ്ടുപിടിക്കാം, ബ്ലോക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, പീരിയഡ് എങ്ങനെ കണ്ടുപിടിക്കാം. ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എസ് ബ്ലോക്ക് എലമെൻറ്റിൽ തുടങ്ങാം. എസ് ബ്ലോക്ക് എലമെൻറ്റിൽ അതെങ്ങനെ ബ്ലോക്ക് എങ്ങനെ വരും, ഗ്രൂപ്പ് എങ്ങനെ വരും, പീരിയഡ് എങ്ങനെ വരും നോക്കാം. സോഡിയം അറ്റോമിക് നമ്പർ 11. നമുക്കതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. എങ്ങനെ എഴുതാം? 1s2 2s2 2p6 3s1. അപ്പോൾ നോക്കാം, ലാസ്റ്റ് എൻ്റർ ചെയ്താണിത്. ഏതിലാണ്? എസ്സിലാണ് എൻഡ് ചെയ്യണത് എങ്ങനെ നോക്കാം? എസ്സിലാണ്. ഈ എസ് ബ്ലോക്ക് ഏത് ഷെല്ലിൽ അവസാനിക്കണത് നോക്കാം? തേർഡ് അല്ലേ? നമുക്ക് ലാസ്റ്റ് ഈ സബ്ഷെൽ ഏത് ഷെല്ലിലാണ് അവസാനിക്കുന്നത്? തേർഡ് ഷെല്ലിൽ. ഈ എസ് ബ്ലോക്കിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? ഒരു ഇലക്ട്രോൺ. എസ് ബ്ലോക്കിൽ ഒരു ഇലക്ട്രോൺ. അപ്പോൾ നമുക്ക് എസ് ലാസ്റ്റ് എൻഡ് ചെയ്യണത് എസ്സിലാണ്. അപ്പോൾ ഇതിൻ്റെ ബ്ലോക്ക് നമ്മൾ എസ് ബ്ലോക്ക്. ഇനി ഈ എസ് ഷെല്ലിൽ സബ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട്? ഒരെണ്ണം. അതാണ് നമ്മുടെ ഗ്രൂപ്പ്. അപ്പോൾ നമുക്ക് ഗ്രൂപ്പ് നമ്പർ 1 ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻറ്റ്. ഇനി നമ്മളിതിൻ്റെ പീരിയഡ് കണ്ടുപിടിക്കണം. പീരിയഡ് നോക്കാം. ഈ ലാസ്റ്റ് എൻ്റർ ചെയ്തേണ ഷെല്ല് നോക്കാം. അതായത് എസ് ബ്ലോക്ക് ഏത് ഷെല്ലിലാണ് എൻഡ് ചെയ്യണത്? തേർഡ് ഷെല്ലിലാണ്. അപ്പോൾ നമ്മുടെ പീരിയഡ് എന്ന് പറയുന്നത് 3. അപ്പോൾ ബ്ലോക്ക് എസ് ബ്ലോക്ക്. ഇതിൽ എസ് ബ്ലോക്കിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? ഒരു ഇലക്ട്രോൺ. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് ഫസ്റ്റ്. എസ് ബ്ലോക്ക് എൻഡ് ചെയ്യണത് ഏത് ഷെല്ലിൽ വരുമ്പോഴാണ്? തേർഡ് ഷെല്ലിൽ. അപ്പോൾ പീരിയഡ് 3. നെക്സ്റ്റ് നമുക്ക് കാൽഷ്യത്തിൻ്റെ ബ്ലോക്ക്, പീരിയഡ്, ഗ്രൂപ്പ് കണ്ടുപിടിക്കാം. കാൽഷ്യം അറ്റോമിക് നമ്പർ 20. അപ്പോൾ നമുക്ക് കോൺഫിഗറേഷൻ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2 3p6 4s2. നോക്കാം. 1s2 2s2 2p6 3s2 3p6 4s2. അപ്പോൾ ഇതിൽ ലാസ്റ്റ് സബ്ഷെൽ നോക്കാം. എസ്. അപ്പോൾ നമ്മുടെ ബ്ലോക്ക് ഏതാ വരുന്നത്? ബ്ലോക്ക് എസ് ബ്ലോക്ക്. ഈ എസ് ബ്ലോക്ക് എൻഡ് ചെയ്യണത് ഏത് ഷെല്ലിലാണ്? ഫോർത്ത് ഷെല്ലിലാണ് എൻഡ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ പീരിയഡ് ഏതായിരിക്കും? പീരിയഡ് നമ്പർ 4. ഇനി ഈ എസ് സബ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട്? 2, 2 എണ്ണം. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് ഏതായിരിക്കും? ഗ്രൂപ്പ് നമ്പർ 2. ഗ്രൂപ്പ് സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻറ്റ്. ഗ്രൂപ്പ് നമ്പർ 2, പീരിയഡ് നമ്പർ 4, ബ്ലോക്ക് എസ്. ലാസ്റ്റ് സബ് ഷെല്ല് നോക്കാം. എസ് ബ്ലോക്ക്. ഇനി എസ് ബ്ലോക്കിൽ എസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 2 എണ്ണം. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് 2. എസ് ഷെല്ല് ഏത് ഷെല്ലിൽ എസ് സബ് ഷെല്ല് ഏത് ഷെല്ലിൽ അവസാനിക്കുന്നത്? ഫോർത്ത് ഷെല്ലിൽ. അപ്പോൾ നമുക്ക് പീരിയഡ് 4. അപ്പോൾ എസ് ബ്ലോക്കിൽ ഗ്രൂപ്പ് കണ്ടുപിടിക്കാനും പീരിയഡ് കണ്ടുപിടിക്കാനും നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് പി ബ്ലോക്ക് എലമെൻറ്റിൻ്റെ എങ്ങനെയാണെന്ന് നോക്കാം. പി ബ്ലോക്ക് എലമെൻറ്റിൻ്റെ നമുക്ക് ഗ്രൂപ്പും പീരിയഡും കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ ഫോസ്ഫറസ് എത്രയാണ്? 15. കോൺഫിഗറേഷൻ എങ്ങനെ എഴുതും? സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2 3p3. ഇതാണ് നമ്മുടെ ഫോസ്ഫറസിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നമുക്ക് നോക്കാം. ലാസ്റ്റ് എൻഡ് ചെയ്തിരുന്നത് ഏത് സബ്ഷെല്ലിലാണ്? ലാസ്റ്റ് എൻഡ് ചെയ്തിരുന്നത് പി സബ്ഷെല്ലിൽ. അപ്പോൾ ഇതിൻ്റെ ബ്ലോക്ക് ഏതായിരിക്കും? പി ബ്ലോക്ക്. ലാസ്റ്റ് എൻഡ് ചെയ്താണ് സബ്ഷെല്ല് നോക്കാം. പി. അപ്പോൾ ബ്ലോക്ക് പി. ഇനി നമ്മൾ ഈ പി സബ്ഷെല്ല് എൻഡ് ചെയ്തിരിക്കുന്ന ഷെല്ലിൻ്റെ നമ്പർ എത്രയാണ്? 3. അപ്പോൾ ഇത് തേർഡ് ഷെല്ലിലാണ് എൻഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പീരിയഡ് ഏതായിരിക്കും? പീരിയഡ് 3. ശ്രദ്ധിക്കുക, ഏത് ബ്ലോക്കായാലും എസ് ബ്ലോക്കായാലും പി ബ്ലോക്കായാലും ഡി ബ്ലോക്കായാലും ഏത് ബ്ലോക്കായാലും പീരിയഡ് നമ്പർ എന്ന് പറയുന്നത് ഈ സബ്ഷെല്ല് ലാസ്റ്റ് എൻഡ് ചെയ്തിരിക്കുന്നത് ഏത് ഷെല്ലിലാണ് നോക്കാം. അപ്പോൾ തേർഡ് ആണെങ്കിൽ തേർഡ്, അങ്ങനെ. അപ്പോൾ നമുക്കിവിടെ 3p3. അപ്പോൾ പി എൻഡ് ചെയ്തിരിക്കുന്നത് ഏതിലാണ്? 3യിലാണ്. അപ്പോൾ പീരിയഡ് നമ്പർ 3. ഇനി ഗ്രൂപ്പ് ഏതാ നോക്കാം.
ഗ്രൂപ്പ് നമുക്ക് പിയിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 3 ഇലക്ട്രോൺ. അപ്പോൾ നമ്മൾ പിയിലുള്ള ഇലക്ട്രോൺസിൻ്റെ കൂടെ ഒരു 12 ആഡ് ചെയ്താൽ മതി. 12 ആഡ് ചെയ്യാം. അപ്പോൾ നമുക്കതിൻ്റെ ഗ്രൂപ്പ് കിട്ടും. പി ബ്ലോക്കിൻ്റെ ഒരു പ്രത്യേകതയാണ് പിയിൽ ലാസ്റ്റ് എൻഡ് ചെയ്യുന്ന പി സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് 3 ആണ്. നമ്മളിവിടെ 3 ആണ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം. അതിൻ്റെ കൂടെ ഒരു 12 ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് നമ്പർ എത്രയായിരിക്കും? 15. അപ്പോൾ ഫോസ്ഫറസ് ഏത് ഗ്രൂപ്പിലാണ് വരുന്നത്? 15. നമ്മൾ ഒന്നുകൂടെ പറയാം. പി ബ്ലോക്ക് ലാസ്റ്റ് എൻഡ് ചെയ്താണ് സബ്ഷെല്ല് നോക്കാം. അതാണ് അതിൻ്റെ ബ്ലോക്ക്. അപ്പോൾ ബ്ലോക്ക് പി. ഈ പി ബ്ലോക്ക് ലാസ്റ്റ് എൻഡ് ചെയ്തിരിക്കുന്ന സബ്ഷെല്ല് എത്രാമത്തെ ഷെല്ലിൽ എൻഡ് ചെയ്തേക്കുന്നത്? 3rd ഷെല്ലിൽ. അപ്പോൾ അതിൻ്റെ പീരിയഡ് നമ്പർ 3. ഗ്രൂപ്പ് നമ്പർ ശ്രദ്ധിക്കാം. പിയിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? അതിൻ്റെ കൂടെ 12 ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് 3 ഇലക്ട്രോൺസ് ഉണ്ട്. 3 + 12 15. അപ്പോൾ ഇതാണ് ഗ്രൂപ്പ് നമ്പർ 15. നമുക്കൊരു എക്സാമ്പിൾ കൂടി നോക്കാം. ക്ലോറിൻ അറ്റോമിക് നമ്പർ 17. അപ്പോൾ നമ്മുടെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2 നോക്കാം 3p5. അപ്പോൾ നമുക്ക് 17 ആയി. ഇനി ഇതിൽ നമ്മൾ ലാസ്റ്റ് എൻഡ് സബ്ഷെൽ നോക്കാം. ഏതാ? പി ആണ്. അപ്പോൾ ഇതിൻ്റെ ബ്ലോക്ക് ഏതാ? ബ്ലോക്ക് പി ബ്ലോക്ക്. ഈ പി എന്ന സബ്ഷെല്ല് എൻഡ് ചെയ്തിരിക്കുന്നത് ഏത് ഷെല്ലിലാണ്? 3യിലാണ്. അപ്പോൾ അതിൻ്റെ പീരിയഡ് ഏതാ? പീരിയഡ് നമ്പർ 3, 3rd പീരിയഡിലാണ്. ഇനി പി ഇതിൻ്റെ ഗ്രൂപ്പ് ഏതാ നോക്കാം. ഗ്രൂപ്പ് നോക്കാം. പിയിൽ എത്ര ഇലക്ട്രോൺസ് അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട്? 5 ഇലക്ട്രോൺ. അപ്പോൾ നമുക്കറിയാം പി ബ്ലോക്കിൻ്റെ ഒരു പ്രത്യേകത പിയിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ അതിൻ്റെ കൂടെ ഒരു 12 ആഡ് ചെയ്യാം. 12 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഗ്രൂപ്പ് നമ്പർ കിട്ടും. അപ്പോൾ ഇവിടെ 5ൻ്റെ കൂടെ 12 ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഗ്രൂപ്പ് നമ്പർ 17. ഒന്നുകൂടി ശ്രദ്ധിക്കാം. ക്ലോറിൻ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2 3p5. ബ്ലോക്ക് ഏത് വരും? പി ബ്ലോക്ക്. ലാസ്റ്റ് സബ്ഷെൽ പി. അപ്പോൾ പി ബ്ലോക്ക്. ഈ ലാസ്റ്റ് സബ്ഷെൽ എൻഡ് ചെയ്തിരിക്കുന്നത് ഏത് ഷെല്ലിലാണ് നോക്കാം? 3rd ഷെല്ലിൽ. അതുകൊണ്ട് തന്നെ പീരിയഡ് നമ്പർ 3. ഗ്രൂപ്പ് നമ്പർ നമുക്ക് ലാസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ അതിൻ്റെ കൂടെ 12 ആഡ് ചെയ്യാം. അപ്പോൾ 5 + 12 17. ഗ്രൂപ്പ് നമ്പർ 17. ഇനി നമ്മൾ ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ ബ്ലോക്കും ഗ്രൂപ്പും പീരിയഡും കണ്ടുപിടിക്കും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സ്കാൻ ചെയ്യാം. എക്സാമ്പിൾ സ്കാൻ ചെയ്യാം. 21. അതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2 3p6 4s2 3d1. അപ്പോൾ നമുക്കറിയാം നമ്മളെപ്പോഴും സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നമ്മൾ ഇൻക്രീസിങ് എനർജി ലെവൽ. ഇപ്പോൾ 1s2 2s2 2p6 3s2 3p6 4s ഫില്ല് ചെയ്തിട്ട് വേണം 3dയിലേക്ക് ഫില്ല് ചെയ്യാനായിട്ട്. അപ്പോൾ 4sൽ നമ്മൾ എസ്സിൽ മാക്സിമം 2 ആണല്ലോ. അപ്പോൾ 4sൽ 2 ഫില്ല് ചെയ്തിട്ട് ബാക്കിയുള്ളത് നമ്മൾ ഡിയിലേക്ക് ഫില്ല് ചെയ്തു. അപ്പോൾ ഇതിൽ ലാസ്റ്റ് ഫിൽഡ് സബ്ഷെൽ ഏതാ? ലാസ്റ്റ് ഫിൽഡ് സബ്ഷെൽ എന്ന് പറയുന്നത് ഡി ആണ്. അപ്പോൾ അതിൻ്റെ ബ്ലോക്ക് ഏതാ? ഡി. അപ്പോൾ ലാസ്റ്റ് ഫിൽഡ് സബ്ഷെൽ നോക്കാം. അത് ഡി ആണ്. അതുകൊണ്ട് തന്നെ ബ്ലോക്ക് ഡി. ഇനി ഇതിൻ്റെ പീരിയഡ് നോക്കാം. ലാസ്റ്റ് ഫിൽഡ് സബ്ഷെൽ ഡി ആണെങ്കിലും മാക്സിമം ഏത് ഷെല്ലിലാണ് വന്നിരിക്കുന്നത്? 4th ഷെല്ലിൽ. അതുകൊണ്ട് തന്നെ അതിൻ്റെ പീരിയഡ് 4. ഗ്രൂപ്പ് നെക്സ്റ്റ് വരുന്നത് ഗ്രൂപ്പ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ലാസ്റ്റ് ഫിൽഡ് ഇലക്ട്രോണിൻ്റെയും ലാസ്റ്റ് സബ്ഷെൽ ഏതാ നോക്കുക. അതിൻ്റെ 2ൻ്റെ ഇലക്ട്രോൺസ് ഒന്ന് ആഡ് ചെയ്യുക. അപ്പോൾ എസ്സിൽ നമ്മൾ 2 എണ്ണം, ഡിയിൽ നമുക്ക് 1 എണ്ണം ഉണ്ട്. അപ്പോൾ 2 + 1 3. അപ്പോൾ നമുക്ക് ഗ്രൂപ്പ് എന്ന് പറയുന്നത് 3. അതായത് ലാസ്റ്റ് ഫിൽഡ് നമ്മൾ ഡിയിലാണ്. ഡിയിൽ 1 ഇലക്ട്രോൺ ഉണ്ട്. മാക്സിമം വരുന്നത് ഏതാ? 4th ഷെല്ലിലെ എസ് ബ്ലോക്കിൽ 2 എണ്ണം ഉണ്ട്. അപ്പോൾ നമുക്ക് 2 + 1 4th ഷെല്ലിലെ എസ് ബ്ലോക്കിൽ വരുന്നതും ഈ ഡിയിൽ വരുന്നതും കൂടി ഇലക്ട്രോൺസിൻ്റെ എണ്ണം ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഗ്രൂപ്പ് 3 കിട്ടി. നമുക്ക് ഡി ബ്ലോക്കിൻ്റെ ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. മാംഗനീസ് Mn25 1s2 2s2 2p6 3s2 3p6 4s2 3d5. ഇതിൽ നോക്കാം ബ്ലോക്ക് ഏത് വരും? നമ്മൾ പഠിച്ചു ലാസ്റ്റ് ഇലക്ട്രോൺ ഏതിൽ ഫില്ല് ചെയ്തിരിക്കുന്നത്? ഡി സബ്ഷെൽ. അതുകൊണ്ട് തന്നെ ബ്ലോക്ക് ഡി. പീരിയഡ് ഏത് വരും? ഏറ്റവും മാക്സിമം നമ്മളിതിൽ ഏത് ഷെല്ലിലാണ് വന്നിരിക്കുന്നത്? 4th ഷെല്ലിൽ. അതുകൊണ്ട് തന്നെ പീരിയഡ് ഏതായിരിക്കും? 4. ഗ്രൂപ്പ് എങ്ങനെ കണ്ടുപിടിക്കാം? ഗ്രൂപ്പ് നമുക്കറിയാം ലാസ്റ്റ് ഫിൽഡ് സബ്ഷെല്ലും നോക്കാം. അതിന് തൊട്ടടുത്ത എസ് ബ്ലോക്ക് നോക്കാം. അപ്പോൾ അതിൽ എസ് സബ്ഷെല്ലും നോക്കാം. അപ്പം 2ലും കൂടി ഇപ്പോൾ 2
എസിൽ 2ഉം ഡിയിൽ 5ഉം ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. 2 + 5 7 ഗ്രൂപ്പ് നമ്പർ 7. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. എസ് ബ്ലോക്ക് എലമെൻറ്റ്, പി ബ്ലോക്ക് എലമെൻറ്റ്, ഡി ബ്ലോക്ക് എലമെൻറ്റ് ഇവയുടെയൊക്കെ ഗ്രൂപ്പ് നമ്പറും പീരിയഡ് നമ്പറും എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് അത് നമ്മൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.